ഇനി മാനേജ്മെന്റ് ഇൻ മോഡേൺ പീരീഡ് ആണ്. അപ്പോൾ അതിൽ വരുന്ന കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിൻഡൽ, ഫോറൻസ്, ഫൗനസ്, ഉർവിക്, ഹെർബർട്ട് സൈമൺ, പീറ്റർ ഓഫ് ഡ്രക്കർ, CK പ്രഹ്ലാദ് ഒക്കെയാണ്. അപ്പോൾ ഉർവിക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണലി മാനേജ്മെന്റ് തിങ്കർ ആൻഡ് കൺസൾട്ടന്റ് ആയിരുന്നു. അദ്ദേഹം പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, ഡയറക്ടർ ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവ, ജനറൽ സെക്രട്ടറി ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, ചെയർമാൻ കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡയറക്ടർ ഓഫ് അമേരിക്കൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആയിരുന്നു. ഒരു ഫയോളിന്റെ ഒരു ലൈൻ വെച്ചിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഉർവിക്കിന്റെ. 6 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പെരിമെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് കൺട്രോൾ. ഇതാണ് ഇദ്ദേഹത്തിന്റെ കോമൺ ആയിട്ട് വരുന്ന 6 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. 29 ക്ലാസിക് പ്രിൻസിപ്പിൾസ് ഫോർ ഓർഗനൈസേഷൻ അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ, ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, അപ്രോപ്രിയേറ്റ്നെസ്, കോർഡിനേഷൻ, ഓർഡർ, കമാൻഡ്, കൺട്രോള്, കോർഡിനേറ്റീവ് പ്രിൻസിപ്പിൾ, അതോറിറ്റി, സ്കെയിലാർ പ്രോസസ്സ്, അസൈൻമെന്റ് ഓഫ് ഡെഫിനിഷൻ, ഡിറ്റർമിനേറ്റീവ്, അപ്ലിക്കേറ്റീവ്, ഇന്റർപ്രറ്റീവ്, ജനറൽ ഇൻട്രസ്റ്റ്, സെൻട്രലൈസേഷൻ, സ്റ്റാഫിംഗ്, എസ്പിരിറ്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്, റിവാർഡ് ആൻഡ് സാങ്ഷൻ, ഇനീഷ്യേറ്റീവ്, ഇക്വിറ്റി, ഡിസിപ്ലിൻ, സ്റ്റെബിലിറ്റി. ഇങ്ങനെ അത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പിളും മാനേജ്മെന്റ് പ്രിൻസിപ്പിളും ഒക്കെ സെപ്പറേറ്റ് പറഞ്ഞിരുന്ന ഒരാളാണ്. പിന്നെ ഹെർബർട്ട് സൈമൺ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയറിൽ ഒരു വെൽ നോൺ അതോറിറ്റി ഉള്ള ആളാണ്. ഡിസിഷൻ മേക്കിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഒരു കോർ ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ, എ സ്റ്റഡി ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ, മോഡൽസ് ഓഫ് മാൻ ആൻഡ് ദ ന്യൂ സയൻസ് ഓഫ് മാനേജ്മെന്റ് ഡിസിഷൻ. അങ്ങനെ ഒത്തിരി ഡിസിഷൻ മേക്കിങ്ങുമായി റിലേറ്റ് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്താ പറയുക, ഉർവിക്കൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്രിൻസിപ്പിൾസിനെ മിത്ത്, സ്ലോഗൻ, ഹോംലി പ്രോവർബ്സ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ടോട്ടലി സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ കണ്ടക്സ്റ്റൈസേഷണൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ കോൺസെപ്റ്റ്. ഇദ്ദേഹം പറയണത് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിസിഷണൽ പ്രോസസ്സുകളാണ്. എന്ത് പ്രോസസ്സായാലും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആൾക്കാരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, അതാണ് രണ്ടാമത്തത്. അതൊരു കോർ ഓഫ് മാനേജ്മെന്റ് ആണ്. പക്ഷെ മാനേജ്മെന്റ് ഇറ്റ്സെൽഫ് ഈസ് സിനോണിമസ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. ഈ ഡിസിഷൻ മേക്കിങ്ങിനെ ഇന്റലിജൻസ് ആക്ടിവിറ്റി, ഡിസൈൻ എബിലിറ്റി, ചോയ്സ് ആക്ടിവിറ്റി എന്ന 3 സീക്വൻഷ്യൽ സ്റ്റെപ്സിൽ ഇദ്ദേഹം ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ ഫേസ് ആണ്. ആ ഒരു ഡിസിഷൻ കോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇന്റലിജൻസ്. ഇൻവെന്റിങ്, ഡെവലപ്പിംഗ് ആൻഡ് അനലൈസിങ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ, ഡിസൈന്. അതിൽ നിന്ന് ഫൈനൽ ഒരു ആക്ച്വൽ ചോയ്സ് എടുക്കുന്നത് ചോയ്സ് ആക്ടിവിറ്റി. ഈ രീതിയിലാണ് അദ്ദേഹം ഡിസിഷൻ മേക്കിങ്ങിന്റെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ബൗണ്ടഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അഡ്വക്കേറ്റഡ് ദ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ മാനേജേഴ്സ് ആർ ഇൻ സെർച്ച് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ബട്ട് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഗുഡ് ഇനഫ് സൊല്യൂഷൻ. Managers are not able to maximize on account of various type of constraint. A decision is rational if it achieves അത് യുക്തിസഹജമായിട്ട് എന്നുള്ളതാണ്. മാനേജേഴ്സ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ആണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷെ വലിയ തരക്കേടില്ലാത്ത സൊല്യൂഷൻസ് കിട്ടിയാലും അവർ തൃപ്തിപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കൺസ്ട്രെയിൻസിനെ മറികടന്ന് റിസൾട്ട് മാക്സിമൈസ് ചെയ്യാൻ ശരിക്കും പറ്റുന്നില്ല മാനേജേഴ്സിന് എന്നതാണ്. ഡിസൈഡ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെ വേണം എന്നാണ് ഹെർബർട്ട് സൈമൺ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്ന് പറയുന്നത്. ഒരു മോഡൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാൻ സാക്രിഫൈസിങ് അപ്രോച്ച് ആണ് മാക്സിമൈസിങ് അപ്രോച്ചിനെ കാട്ടിലും അദ്ദേഹം എടുക്കുക ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്നാണ്. വേൾഡിനെ ഒരു സിംപ്ലിഫൈഡ് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള വേൾഡിനെ ഒരു സിംപ്ലിഫൈഡ് മോഡൽ ഓഫ് റിയൽ വേൾഡ് ആയിട്ടാണ് പെർസീവ് ചെയ്യുക.
He make his choice without first determining all possible alternatives determine ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് എടുക്കുക എന്നുള്ള രീതി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനിന് ഇല്ല. സിമ്പിൾ റൂൾസ് ഓഫ് തമ്പും ട്രിക്സ് ഓഫ് ദ ട്രേഡും ഫോഴ്സ് ഓഫ് ഹാബിറ്റ് ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ഡിസിഷൻ മേക്കിങ്ങിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ, ഇക്കണോമിക് മാൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അത് വളരെയധികം എനി പ്രോസസ് വെയർ ബൈ ഡിസിഷണൽ പെർമിസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ മെമ്പർ ടു അതർ, അതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരു ഇനീസിയേഷൻ, ട്രാൻസ്മിറ്റൽ ആൻഡ് റിസീറ്റ്, അങ്ങനെ 3 തരത്തിൽ സ്റ്റേജിലായിട്ട് ഒരു ഫോർമൽ നെറ്റ്വർക്ക് ഓഫ് അതോറിറ്റി കൂടെയോ അല്ലെങ്കിൽ റോൾ ഓഫ് ഇൻഫോർമൽ വേയിലൂടെയോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പോകണം എന്നുള്ളൊരു ചിന്ത. പിന്നെ ഒരു കണ്ടംപററി മാനേജ്മെന്റ് തിങ്കേഴ്സിൽ പെടുന്ന ഒരാളാണ് പീറ്റർ ഓഫ് ഡ്രക്കർ എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ പ്രൊഫസർ ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്, മാനേജിംഗ് ബൈ റിസൾട്ട്സ്, ദി ഇഫക്റ്റീവ് എക്സിക്യൂട്ടീവ്, ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, മാനേജ്മെന്റ് ടാസ്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രാക്ടീസ്, അങ്ങനെ പല ഇതും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. നേച്ചർ ഓഫ് ദ മാനേജ്മെന്റിന് ഒരുപാട് ക്രിയേറ്റീവ് മാനേജ്മെന്റ് ആവണമെന്നും ന്യൂ ഐഡിയാസ് വേണമെന്നും ഓൾഡ് ആൻഡ് ന്യൂ ഐഡിയാസും അഡാപ്ഷൻ ഓഫ് ഐഡിയാസ് ഫ്രം അതർ ഫീൽഡും പിന്നെ ഒരു കാറ്റലിസ്റ്റ് ആൻഡ് എൻകറേജിങ് അതർ ക്യാരി ഔട്ട് ഇന്നോവേഷനും, ഇങ്ങനെ ഒരു നേച്ചർ ആയിരിക്കണം മാനേജ്മെന്റ് എന്നുള്ളത്. അതൊരു ഡിസിപ്ലിനാണ്, ഒരു പ്രൊഫഷനാണ്. അതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ടൂളും സ്കിൽസും ടെക്നിക്കും അപ്രോച്ചസും ഒക്കെ ഉണ്ട്. ഒരു എംപിരിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, ഒരു ലിബറൽ പ്രൊഫഷനാണ്. ഇറ്റ്സ് നോട്ട് എ സ്ട്രിക്റ്റ് പ്രൊഫഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലിബറൽ കാര്യത്തിന് ഒരു എന്താ പറയുക, ഒരു ടെക്നോക്രാറ്റ് പോലെയല്ല, നല്ല പ്രാക്ടീഷണേഴ്സ് ആകുന്ന രീതിയിൽ കുറച്ച് ലിബറൽ എന്ന ആറ്റിറ്റ്യൂഡാണ് മാനേജ്മെന്റിന് ആവശ്യം എന്നാണ് പീറ്റർ ഓഫ് ഡ്രക്കറിന്റെ നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ അദ്ദേഹം പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. അതിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ മാർക്കറ്റ് സ്റ്റാൻഡിംഗ്, ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, പ്രോഫിറ്റബിലിറ്റി, മാനേജറൽ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്, വർക്കർ പെർഫോമൻസ്, ആറ്റിറ്റ്യൂഡ്, പബ്ലിക് റിസ്പെക്ട്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അത് പറയുന്നത് ഒരു മോഡേൺ മാനേജ്മെന്റിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നതാണ്. ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഒരു സ്ട്രക്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്ലൈൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണം. പിന്നെ ലീസ്റ്റ് മാനേജ്മെന്റ് ലെവൽസേ പാടുള്ളൂ. ഫെസിലിറ്റി ഫോർ ട്രെയിനിങ് ഫോർ മാനിങ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, അത് വളരെ അത്യാവശ്യമാണ്. ആക്ടിവിറ്റി അനാലിസിസ്, ഡിസിഷൻ അനാലിസിസ്, റിലേഷൻ അനാലിസിസ് ഒക്കെ ഓർഗനൈസിങ്ങിന് മുമ്പായിട്ട് ചെയ്യണം എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ CK പ്രഹ്ലാദാണ്. CK പ്രഹ്ലാദ് ഒരു അക്ലൈംഡ് ടീച്ചറാണ്, ഫിലോസഫറാണ്, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ തിങ്കേഴ്സ് ഓൺ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, വളരെ കുറച്ച് കാലങ്ങളാണ്. അപ്പം അങ്ങനെ അദ്ദേഹം എന്താ പറയുക, ഒരുപാട് കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. കോർ കോമ്പിറ്റൻസിനെ കുറിച്ചിട്ടും സ്ട്രാറ്റജീനെ കുറിച്ചിട്ടും ഒക്കെ ഒത്തിരി ബുക്സ്. കോമ്പീറ്റിംഗ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളൊരു ബുക്ക്. പിന്നെ എന്താ പറയുക, അദ്ദേഹം കുറെ കൺസൾട്ടൻസിയൊക്കെ സെറോക്സ് കമ്പനി പോലത്തെ കമ്പനീസിന് കൺസൾട്ടൻസി വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓപ്പറേഷണൽ സ്ട്രാറ്റജീസ്, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് അച്ചീവ് ചെയ്യാൻ കോസ്റ്റ് റിഡക്ഷൻ ഒക്കെ സഹായിക്കും. കോർ കോമ്പിറ്റൻസി, എങ്ങനെ കോർ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യാം എന്നൊരു ഇത് സെറോക്സ് കമ്പനി പഠിച്ചപ്പോൾ അവർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഒക്കെ ഇതാക്കി. അപ്പോൾ ലേസർ പ്രിന്റിങ്ങിലും നെറ്റ്വർക്കിങ്ങിലും ഐക്കൺ ബേസ്ഡ് കമ്പ്യൂട്ടിങ്ങിലും അവിടെയൊക്കെ ഒരു സബ്സ്റ്റാൻഷ്യൽ ന്യൂ സ്ട്രാറ്റജിയും സെയിൽസ് സ്ട്രാറ്റജിയും മാനുഫാക്ചറിങ് സ്ട്രാറ്റജിയും കൊണ്ടുവരാൻ ഒക്കെ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. IBM, സെറോക്സ് ഒക്കെ പോലത്തെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഒക്കെ കൺസൾട്ടൻസി ഒക്കെ ഇദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിരുന്നു. മൈക്കിൾ E. പോർട്ടർ ആണ്. അദ്ദേഹം ഒരു ബിസിനസ് ഗുരു ആൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിന്റെ അസാമാന്യമായ നോളജും ഇൻസൈറ്റും
പല കമ്പനികൾക്കും അവരുടെ പെർഫോമൻസ് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റേറ്റീവ്നെസ്സിന്റെ ഒരു ലീഡിംഗ് ജൈന്റ് കൺസൾട്ടന്റ് ആണ്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഫാക്കൽറ്റി ആയിട്ട് 73 ചെയ്തിട്ട് ഡോക്ടറേറ്റ് ഡിഗ്രി PhD കഴിഞ്ഞതിന് ശേഷം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഇരിക്കുമ്പോൾ തന്നെ 16 ബുക്സും 75 ആർട്ടിക്കിൾസും ഒക്കെ എഴുതിയിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ഫോർ അനലൈസിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, ക്യാൻ ജപ്പാൻ കോമ്പീറ്റ് തുടങ്ങിയിട്ടുള്ള ബുക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 85 പോർട്ടർ വാസ് നെയിംഡ് ടു പ്രസിഡന്റ് റൊണാൾഡ് റീഗൻസ് കമ്മീഷൻ ഓൺ ഇൻഡസ്ട്രിയൽ കോമ്പറ്റേറ്റീവ്നെസ്. നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ കോമ്പറ്റീവ്നെസ്സും ഫൈൻഡിങ്സും ഒക്കെ അദ്ദേഹം ബുക്കിൽ പബ്ലിഷ് ചെയ്തിരുന്നു. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഓഫ് നേഷൻ എന്നുള്ളൊരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. ഫീൽഡ് ഓഫ് സ്ട്രാറ്റജിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു 4 കീ എലമെന്റ്സ് ആണ് ഇന്റർനാഷണൽ ഓണ്ടർപ്രണറിയൽ സക്സസിന്. ഫാക്ടർ കണ്ടീഷൻ, ഡിമാൻഡ് കണ്ടീഷൻ, റിലേറ്റഡ് ആൻഡ് ഫാക്ടർ കണ്ടീഷൻ, ഡിമാൻഡ് കണ്ടീഷൻ, റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫേംസ് ആൻഡ് റൈവലറി. ഈ ഫാക്ടർ കണ്ടീഷനിൽ തന്നെ ബേസിക് കണ്ടീഷൻ ഉണ്ട്. അതായത് നേഷന്റെ ഫിസിക്കൽ റിസോഴ്സസ്, ക്ലൈമറ്റ്, ജിയോഗ്രഫി ആൻഡ് ഡെമോക്രസി. അഡ്വാൻസ് ഫാക്ടർ ഉണ്ട്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ബൈ ഇൻഡിവിജ്വൽസ്, ഫേംസ്, അത് വിച്ച് ഇൻക്ലൂഡ്സ് ക്വാണ്ടിറ്റി, സ്കിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് വർക്ക് ഫോഴ്സ്, നേഷൻ സ്റ്റോക്ക് ഓഫ് നോളജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അഡ്വാൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫാക്ടർ പിന്നെ അതുപോലെ തന്നെ അത് ഇത്രയും കാര്യങ്ങളുടെ അവൈലബിലിറ്റി, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ദ എമൗണ്ട് ആൻഡ് കോസ്റ്റ്, ഇതിനെയൊക്കെ ബാധിക്കും, ഇതൊക്കെ എഫക്റ്റ് ചെയ്യും എന്നതാണ്. ഫാക്ടർ ഇമ്പോർട്ടൻസ് ഉണ്ട്. 2 ഫാക്ടേഴ്സ് ജനറലൈസ്ഡ്, അതിന് എന്താ പറയുക ഒരു ബെനിഫിറ്റ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് ഫാക്ടേഴ്സിന് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഫാക്ടർ ഒറിജിൻ, എങ്ങനെ ഈ ഫാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ചിലത് എൻഡോഡ് ഫാക്ടേഴ്സ് ബൈ നേച്ചർ ആണ്, ചിലത് ക്രിയേറ്റഡ് ഫാക്ടേഴ്സ് ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിമാൻഡ് കണ്ടീഷൻസ്, ബയർ സോഫിസ്റ്റിക്കേഷൻ, കോമ്പോസിഷൻ ഓഫ് ഡിമാൻഡ്, സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഡിമാൻഡ്, ഇന്റർനാഷണലൈസേഷൻ ഓഫ് ഡിമാൻഡ് തുടങ്ങിയിട്ടുള്ള. അപ്പൊ അദ്ദേഹം ഒരു റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടഡ് ഇൻഡസ്ട്രീസ്, വെർട്ടിക്കൽ സപ്പോർട്ട്, ഹൊറിസോണ്ടൽ സപ്പോർട്ട്, അങ്ങനെ പല രീതിയിലുള്ള ഡിമാൻഡ് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഫേംസ് ആൻഡ് റൈവലറി ഫേംസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഐഡിയോളജീസ്, ഗോൾസ്, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എമൗണ്ട് ഓഫ് റൈവലറി ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ദി ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതൽ കൺസേൺ ആവുകയും പറയുകയും ചെയ്ത ഒരാളാണ് മൈക്കിൾ പോർട്ടർ എന്ന് പറയുന്നത്. സോ വിത്ത് ദിസ് നമ്മൾ ഈ ഒരു ഏറ്റവും വലിയ മോഡ്യൂളാണ് മാനേജ്മെന്റിൽ തീരുന്നത്. ഇത് ഇനി 2 മോഡ്യൂൾ ഉള്ളത് ചെറുതാണ്. ഫസ്റ്റ് മോഡ്യൂളാണ് ദ ബിഗ്ഗസ്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത് എന്താ പറയുക, സ്റ്റാർട്ടിങ് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസ് പഠിച്ചു, പല ഡെഫിനിഷൻസ് പഠിച്ചു. മാനേജ്മെന്റ് നേച്ചർ, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു. മാനേജ്മെന്റ് സയൻസ്, ആർട്ട്, പ്രൊഫഷൻ ആണ് എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, അപ്രോച്ചസ് ടു മാനേജ്മെന്റ്, പിന്നെ എവല്യൂഷൻ, അത് ഓരോ അപ്രോച്ചും അതിന്റെ ഫീച്ചേഴ്സും ലിമിറ്റേഷനും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എവല്യൂഷൻ, ആ എവല്യൂഷന്റെ കൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചത്. So with this we are coming to end of a very 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 big module. ഇനിയുള്ള 2 മോഡ്യൂളുകൾ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. So that's it. Thank you.